മോള് വാ. മിഥുൻ വന്നോ അമ്മ? ഓ വന്നല്ലോ. വന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. അവൻ മേളിലുണ്ട്, നീ പോയി ചോദിക്ക. മിഥുൻ, Why are you avoiding me? ഇന്നലെ ഇന്നും എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനും റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല. ഈ 2-3 ദിവസം കൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചേ? എന്റെ ആദ്യം നടന്ന എൻഗേജ്മെന്റ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? Then why are you avoiding me? എന്നെ ടെൻഷൻ അടുപ്പിക്കാതൊന്ന് പറ മിഥുൻ. കല്യാണ സ്ഥലത്ത് വെച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ടു. അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അവനോട് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി പറഞ്ഞു ആഫ്റ്റർ മാരേജ് ലഗേജ് കൂടെ കൂട്ടാൻ പറ്റില്ല. ഈ ലഗേജ് എന്ന് പറയുന്നത് ഇൻലോസിനെ വിളിക്കുന്ന കൊടുവാക്ക. അവളത് പറഞ്ഞപ്പോൾ അവന് വിഷമായി. അവനമ്മ മാത്രമേ ഉള്ളൂ. കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമായി. പ്ലീസ് എന്നെ അത്തരം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടല്ലേ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അമ്മ അച്ഛനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. സത്യം. മോര് നല്ലതാട്ടാ, കുടിക്ക്. സന്തോഷമാണ് കാരണമെങ്കിൽ കുറച്ച് മദ്യമാവും. മറിച്ച് ഇമോഷണലാണ് കാരണമെങ്കിൽ മോനെ അത് വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് നീ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്ത് പറ്റി? കൂട്ടുകാരുമായിട്ട് നീ വഴക്കിട്ടു? വൈദ്യേശ്വരൻ കോവിലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? എന്താ സംഭവിച്ചത്? നീ അച്ഛനോട് പറ. திருமண பிராப்தம் இல்ல. அந்த பொண்ணுக்கு ஆயுசு ரொம்ப கம்மி. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയാമോ? സംഭവിക്കാൻ സാധ്യതയുള്ളത്. പോസിബിലിറ്റീസ്, പ്രോബബിലിറ്റീസ്. ഡോക്ടേഴ്സ് പറയാറില്ലേ സിംറ്റംസ്. രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പറയില്ലേ? സെയിം. അച്ഛാ, അയാൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയായിരുന്നു. ദാറ്റ് ഇസ് പാസ്റ്റ്. സംഭവിച്ചതിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഇസ് സം സോർട്ട് ഓഫ് എ വാർണിംഗ്. ആദ്യം നിങ്ങൾ കല്യാണത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചു, പിന്നെ ആ തീരുമാനം മാറ്റിപ്പോയി. അവിടെ ജ്യോത്സ്യരെ കാണാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കണ്ടു. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കേട്ടു. വിധിയാണെങ്കിൽ, നടക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ പോകില്ല, കാണില്ല, കേൾക്കില്ല. നടക്കേണ്ടത് നടക്കും. അവിടെ പോയതും കണ്ടതും കേട്ടതും ഒക്കെ നിമിത്തങ്ങളാണ്. ദാറ്റ് മീൻസ് പോംവഴികൾ ഉണ്ടാവും. இவனை பிடிக்கணும். இப்படி தூக்கி போடுறோம். புரியுதா? ஓகே சார். ടേക്ക് പോയാലോ സാർ? ഓക്കെ മാസ്റ്റർ. നമുക്ക് ഇതിന്റെ ഒരു മൂവ്മെന്റ് ടോപ്പ് പോയി നന്നായിരിക്കും. ക്യൂ ഞാൻ അവിടെ നിന്ന് തരാം. മാസ്റ്റർ റെഡിയല്ലേ? റെഡി സാർ. പ്രിൻസ് റെഡി? റോൾ ക്യാമറ. റോളിംഗ്. ആക്ഷൻ. Train up!
Got it. മാസ്റ്റർ ഓക്കെ അല്ലേ? ഓക്കെ. റോമസ് അല്ലായിരുന്നു. ഓക്കെ അല്ലേ? Okay. ഓക്കേടാ. പ്രിൻസേ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. വേറെ ഷോട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ഓക്കെ. കാണാം. പാക്ക് അപ്പ്. ഓക്കെ. അടുത്തതിന് നിങ്ങൾ തന്നെ വന്നേക്ക്. ഞാൻ പറഞ്ഞേക്കാം. അടുത്ത സ്കെഡ്യൂൾ കാണാം സാർ. എടാ, മൂർത്തിയാണ് ആളെ കുറിച്ച് പറഞ്ഞത്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. എന്തെങ്കിലും പോംവഴി. ശരി. ഉം. പോ. സൈക്കോളജിയിൽ എൻ്റെ പ്രൊഫസറായിരുന്നു ഡോക്ടർ മാത്യു സാർ. ബിലീവ് ഇൻ യു എന്ന് പറയുന്നത് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്കങ്ങനെ ഒരു റിലീജിയനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെച്ച് ഒരു വിശ്വാസത്തിന് അവരെതിരുമല്ല. ഇൻഫാക്ട് ഓരോ റിലീജിയൻ്റെയും ഹിഡൻ സയൻസും അവർക്ക് വിഷയമാണ്. ഈ ബിലീവ് ഇൻ യു എന്ന കൂട്ടായ്മ തുടങ്ങിയത് മാത്യു സാറാണ്. ഓ, അത്ര ഉള്ള. ഞാൻ വിചാരിച്ചു ഏതോ വലിയ മന്ത്രവാദിനെ കാണാനായിരിക്കുന്നു. മൂർത്തി, നമുക്ക് പോവാം. പുറത്തു മാത്രമല്ല, അന്ധവിശ്വാസം നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിൽ പലതും ഈ റിലീജിയന്റെ കെയർ ഓഫിൽ വന്നുകൂടിയതാ. അതിൻ്റെ ദുരന്തം ഞാനും ഒന്ന് അനുഭവിച്ചു. ചിലരുമായിട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒന്ന് തർക്കിച്ചപ്പോൾ സ്വർഗം കണ്ടില്ല, പക്ഷെ നരകം കാണിച്ചു തന്നു. അതിൻ്റെ അത്യാവശ്യം ചില ഓർമ്മകൾ ശരീരത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്തിനാ അവരെ പറയണേ? സ്വർഗവും നരകവും ഒക്കെ ഒരു തോന്നലാന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാലേ ഉള്ളതില്ലാതാവോ? വിശ്വാസമില്ലാത്തൊരു വിശ്വസിക്കണ്ട, അല്ലേ? ദേ ഈ അമ്മ എങ്ങനെയാ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും.